ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ചെറിയൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ശിവരാത്രിയാണ്. തിരുവനന്തപുരത്തുള്ള അമ്പൂരിയിലെ കന്നിത്തൂൺ മൂട് കാലഭൈരവ ദേവസ്ഥാനം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനാണ് പദ്ധതി. അതിനു മുമ്പ് നമ്മുടെ ഉള്ളൂർ ക്ഷേത്രത്തിൽ പോയി അവിടെ ഒന്ന് തൊഴുതതിന് ശേഷം മാപ്പെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ യാത്ര തുടങ്ങി. യാത്ര ആരംഭിച്ച് ഏകദേശം ഒരു 40 കിലോമീറ്റർ കഴിയുമ്പോൾ കുമ്പിച്ചൽ കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. അവിടെ അതിമനോഹരമായ ഒരു പാലം പുതിയതായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ആ പാലത്തിൽ നിന്നാൽ നെയ്യാർ ഡാമിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. ഇവിടെയാണ് വണ്ടിയെല്ലാം വെച്ചിട്ട് പിന്നെ കുറച്ച് ദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് നല്ല കാഴ്ചകളും നല്ല പ്രകൃതിയും നല്ല പച്ചപ്പും എല്ലാം കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വഴിയിലാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഈ വഴിയിൽ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് വണ്ടി കുറച്ച് മുകളിൽ വെച്ചിട്ട് നടക്കുകയാണ് ചെയ്തത്. അല്ലാതെ മറ്റൊരു വഴിയിലൂടെ വന്നാൽ ഈ കാണുന്ന കവാടത്തിൻ്റെ അടുത്തേക്ക് അതുവരെ നമുക്ക് ബൈക്കിൽ വരാൻ പറ്റും. വന്നതിന് ശേഷം ഇവിടെ പേരും സ്ഥലവും ഫോൺ നമ്പറും എഴുതി കൊടുത്ത് ഒരു ഫ്രീ പാസ് എടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കണം. നടന്നെത്തുന്നത് ഇതുപോലുള്ള സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ മല കയറ്റം ആരംഭിക്കുന്നത്. എത്രത്തോളം നടക്കണം, എങ്ങനെയാണ് ഭൂപ്രകൃതി എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാതെയായിരുന്നു എൻ്റെ നടത്തം. ആദ്യമേ തന്നെ കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് നല്ല കുത്തനെയുള്ള കയറ്റവും അതുപോലെ പാറയും പൊടികളും ഒക്കെയുള്ള വഴിയാണ്. പോകുന്ന വഴിയിൽ ഇത് ഒരു വീടിൻ്റെ മുൻവശത്ത് തണ്ണിമത്തനൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് കണ്ടത്. തൊട്ടപ്പുറത്ത് ഒരു ആമ്പൽക്കുളം ഉണ്ടായിരുന്നു. പിന്നെയും മുകളിലോട്ട് കയറുമ്പോൾ ഇതുപോലെ പിന്നെയും തണ്ണിമത്തനും ജാമ്പയ്ക്ക് ഉപ്പിലിട്ടതൊക്കെ വെച്ചേക്കുന്നത് കാണാം. നല്ല കഠിനമായിട്ടുള്ള കയറ്റമാണ്. കയറി ചെല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്തായാലും ഉറപ്പായിട്ടും ഇരുന്ന് റെസ്റ്റ് എടുത്ത് വേണം കയറാനായിട്ടുള്ളത്. പോകുന്ന വഴി തന്നെ ഒരുപാട് ആൾക്കാർ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇവിടെ നമ്മൾ വരുന്നത് ഒരു ട്രെക്കിങ്ങിന് വേണ്ടി മാത്രമാണെന്നുള്ളൊരു ചിന്താഗതി അത് നല്ലതല്ല. പകരം ഒരു ഭക്തിയോടു കൂടിയും ഒരു ക്ഷേത്രത്തിൽ വരുന്ന ആ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ വരേണ്ടത്. കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്ന എനിക്ക് തന്നെ ഇടയ്ക്ക് 160 മുകളിലോട്ടൊക്കെ ഹാർട്ട് ബീറ്റ് എത്തുകയുണ്ടായി. വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പ്രായമായവരും അല്ലാത്തവരും ഒക്കെ കഷ്ടപ്പെട്ട് മലയും കയറി ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റൊക്കെ ചെയ്താണ് അവരും എത്തിയത്. ഇടയ്ക്ക് ഇതുപോലെയുള്ള സ്ഥലത്ത് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കിട്ടുന്ന വെള്ളം വളരെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ അത് നമുക്കുണ്ടാക്കുന്ന ആ ഒരു ഉന്മേഷം വളരെ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു. താഴെ നിന്ന് മല കയറി ഏകദേശം 1.25 മണിക്കൂർ എടുത്തപ്പോഴത്തേക്കും ഒരു 80 അല്ലെങ്കിൽ 90% യാത്ര പൂർത്തിയായി എത്തുമ്പോൾ ഇതുപോലെയുള്ളൊരു ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് മുകളിലോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അവിടെ ധാരാളം ഒരു ദ്വീപുകൾ പോലെ നെയ്യാർ ഡാമിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ ഒരു 5 മിനിറ്റ് പിന്നെയും നടന്ന് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിൻ്റെ
താഴെയുള്ള ആ ഒരു നിരപ്പായ പ്രദേശത്തെത്തും. ഞാൻ അവിടെ എത്തിയപ്പോൾ പ്രധാനമായിട്ടും കണ്ട കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് ആൾക്കാരവിടെ വിശ്രമിക്കുന്നുണ്ട്, മറുഭാഗത്ത് അവിടെ ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഭക്ഷണം ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ നേരത്തെ വന്നവരൊക്കെ തിരിച്ചിറങ്ങുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പോയി കുറച്ചുകൂടെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ മഹാദേവൻ, അതായത് കാലഭൈരവൻ്റെ ഒരു ചെറിയ ക്ഷേത്രം പോലെ, എനിക്ക് തോന്നുന്നു അതൊരു താൽക്കാലിക ക്ഷേത്രം പോലെ വെച്ചിരിക്കുന്നതാണ്, അത് കാണാൻ പറ്റും. തൊട്ടടുത്തായിട്ട് തന്നെ അർച്ചനയും അതുപോലെ സംഭാവനകളൊക്കെ സ്വീകരിക്കുന്ന ഒരു കൗണ്ടറും കാണാം. അവിടെ പ്രാർത്ഥിച്ച ശേഷം കുറച്ചുകൂടെ അമ്പലത്തിൻ്റെ പിന്നിലേക്ക് നടക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ നമുക്കവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിയപ്പോഴാണ് നമ്മൾ വരുന്ന വഴിക്കുള്ള കുമ്പിച്ചൽ കടവ് പാലം ഇവിടെ നിന്നും നന്നായിട്ട് കാണുവാൻ സാധിക്കുമെന്ന് മനസ്സിലായത്. അപ്പോൾ ആ പാലത്തിൽ നിന്ന് നമ്മൾ ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച സമയത്ത് കണ്ട മല എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയായിരുന്നു. അതിവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ക്ഷേത്രത്തിൻ്റെ പിന്നിലെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം അമ്പലത്തിൻ്റെ മുൻവശത്ത് താഴേക്ക് വരുമ്പോഴത്തേക്കും അവിടെ അന്നദാനം നൽകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ പ്രധാനമായിട്ടും കഞ്ഞിയും പിന്നെ എരിശ്ശേരി, അച്ചാറ് എന്നിവയാണ് നൽകിയത്. എല്ലാ വർഷവും ശിവരാത്രി ദിവസം ഇതുപോലെ ഇവർ ഇവിടെ അന്നദാനം സംഘടിപ്പിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഇവർ ഇത്രയും സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ അത് ചുമന്നുകൊണ്ട്, അതായത് മാൻ പവറിലൂടെ മാത്രമേ മുകളിൽ എത്തിക്കാൻ സാധിക്കൂ. കാരണം അവിടേക്ക് യാതൊരു രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങളോ വാഹനങ്ങളോ ഒന്നും തന്നെ എത്തുന്നില്ല. അപ്പോൾ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ മുകളിൽ കൊണ്ടുവന്ന് നമ്മളെപ്പോലുള്ള ഭക്തജനങ്ങൾക്കൊക്കെ ഇങ്ങനെ ആഹാരം ഉണ്ടാക്കി തരുന്നത് ഒരു വലിയ കാര്യമാണ്. കഞ്ഞി കുടിച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വലിയൊരു മലയുണ്ട്, അവിടേക്ക് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അത് വളരെ പ്രയാസപ്പെട്ട ഒരു കയറ്റവും പാറകളും നിറഞ്ഞ ഒരു മലയായിരുന്നു. ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് ഇപ്പോൾ ഞാൻ കയറിയ മല സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. രണ്ടാമത് നമ്മൾ കയറിയ ഈ മലയുടെ പകുതി എത്തിയതും ഉള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് കയറുവാനായിട്ട് സാധിക്കും. അങ്ങനെ ബാക്കിയുള്ള ഭാഗവും കൂടെ കയറി ആ മലയുടെ മുകളിലെത്തുമ്പോൾ അങ്ങ് താഴെയായിട്ട് അമ്പലം സ്ഥിതി ചെയ്യുന്ന ആ ഒരു മല നമുക്ക് കാണാം. അപ്പോൾ എത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് 3x സൂം ചെയ്തെടുത്തതാണ്. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് ഞാൻ അവിടെ നിന്ന് ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അത് നമ്മൾ രണ്ടാമത് കയറിയ ആ മല ഇറങ്ങുമ്പോൾ തന്നെ തൊട്ട് താഴെയായിട്ട് നാഗരാജാവും നാഗയക്ഷിയുടെയൊക്കെ പ്രതിഷ്ഠകളുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ അന്നദാനത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ഒരു പയ്യൻ നാരങ്ങ വെള്ളം വിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് വീണ്ടും പ്രധാന പ്രതിഷ്ഠയായ കാലഭൈരവൻ്റെ ക്ഷേത്രത്തിൻ്റെ താഴെ എത്തി. അപ്പോഴേക്കും അവിടെ പൊങ്കാല ആരംഭിച്ചിരുന്നു. ഈ പൊങ്കാല ഇടുന്നതിനായിട്ട് ഈ ആൾക്കാരൊക്കെ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ ഇവിടം വരെ എത്തി, അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെയുള്ള കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് അവിടെ സമയം സ്പെൻഡ് ചെയ്തു. കുറേ സമയങ്ങൾക്ക് ശേഷം അവസാനം മനസ്സ് നിറഞ്ഞ് അവിടെ നിന്നും തിരികെ ഞാൻ യാത്ര ആരംഭിച്ചു. ഇതുപോലെ തന്നെ കയറുന്ന പോലെ തന്നെ ഒരുപാട് പ്രയാസമായിരുന്നു തിരിച്ചിറങ്ങാൻ. കാരണം
ഒരുപാട് ഇതിനോടകം വെച്ച് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴി അതുപോലെ തന്നെ ഒരുപാട് പൊടിയും ഒക്കെ ആയിട്ട് മണ്ണ് പിന്നെയും ഇളകി, പാറകളൊക്കെ ഇളകി പൊടിയൊക്കെ ആയിട്ട് പിന്നെയും ഒരുപാട് തെന്നുന്ന രീതിയിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ആ വഴി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ആലോചിച്ചു, ഈ കാട്ടിനകത്ത് ഇതൊക്കെ ആരാണോ കൊണ്ടിടുന്നത്? അവസാനം താഴെ എത്തിയ ശേഷം എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇതായിരുന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി കുമ്പിച്ചൽക്കടവ് പാലത്തിൽ ഞാൻ ഒന്നുകൂടെ വണ്ടി നിർത്തി ആ മലയുടെ മുകളിലേക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ആ ദേവസ്ഥാനം കാണാം. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഈ ചെറിയ ഒരു ട്രാവൽ വീഡിയോ. താങ്ക്സ്.